ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 45ലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. പ്രിൻസസ് കട്ട് ബ്ലൗസിൽ ഇനി നമുക്ക് നെക്ക്, സ്ലീവ് രണ്ട് സൈഡ് ക്ലോസ് ചെയ്ത് അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് വീതിയിലെ ക്രോസ് പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്ലാസ് നമ്പർ 40ലും 41ലൊക്കെ. അത് നമുക്ക് നെക്കിൻ്റെ മേലെ വെച്ചിട്ട് കണ്ടോളൂ, കഴുത്ത് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തുമ്പ് വശം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ചുറ്റും അടിക്കുക. എന്നിട്ട് ഒരു സൈഡ് ഹുക്കിൻ്റെ അവിടെ നിന്നായിരിക്കും തുടങ്ങുക. ഇനി മറ്റേ സൈഡ് ചുറ്റി വരുമ്പോൾ ആയിരിക്കും വരും അവിടെ, അല്ലേ? അതായത് ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ആ ഭാഗത്തും ഇതുപോലെ എക്സ്ട്രാ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി വെക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കത് ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇന്നോടത്തോട് കൂടിയിട്ട് നമ്മളുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ക്ലാസ് നമ്മുടെ ഫിനിഷ് ആവുന്നുണ്ട്. അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ ടൈലറിംഗ് ക്ലാസ് ഉണ്ടാവുള്ളൂ. നാളെ ഉണ്ടാവില്ല കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് അടുപ്പിച്ചിട്ട് അങ്ങോട്ട് ക്ലാസ് എന്താണെങ്കിലും ഇടാൻ പറ്റുന്നില്ല, വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം നോക്കിക്കത് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലാതെ ഇടാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല ക്ലാസ് ഇടാത്തത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കുക, ഇത് ഇങ്ങനെ മടക്കി വെച്ച ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിടിച്ച് ഫുള്ളായിട്ട് അടിച്ച് വരിക കേട്ടോ. അതിനുശേഷം കണ്ടോളൂ, ചുറ്റും ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളുടെ ഈ ഒരു പീസ് 2 തവണ ഉള്ളിലോട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുക്കണേ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. കണ്ടോ, ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ശേഷം ഈ ഒരു പീസ് ഇങ്ങനെ നിവർത്തി വെച്ച ശേഷം ആദ്യം അതിൻ്റെ എത്രയുണ്ടോ അതിൻ്റെ പകുതി മടക്കുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ മടക്കിയ ശേഷം അടിച്ചു കൊടുക്കുക. ശേഷം വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കിയ ശേഷം അങ്ങനെ വെച്ചിട്ട് നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഇത് ഫുള്ളായിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട്, അതായത് ഫ്രണ്ട് സൈഡ് ഒന്നില്ലെങ്കിൽ ഹുക്കിൻ്റെ അവിടെ നിന്ന് അയ്യൻ്റെ അവിടെ തുടങ്ങുക. എന്നിട്ട് നേരെ വന്ന് ബാക്ക് നെക്കൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ ഫ്രണ്ട് സൈഡ് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഫിനിഷ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മടക്കി അടിക്കണ പകരമായിട്ട് സൂചി നൂല് വെച്ച് ഹെമ്മിങ് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിലവർ ലൈനിങ് ബ്ലൗസ് ഇട്ട് തിരിച്ചിടാം. അങ്ങനെയൊക്കെ നെക്ക് ഫിനിഷ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ കൈസൂചി വെച്ച് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പം നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് നമുക്കിതിൽ സ്ലീവ് ചെയ്യാനുണ്ട്. സ്ലീവ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ബ്ലൗസിൻ്റെ കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. ബ്ലൗസിൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഷോൾഡറിൻ്റെ അവിടെ ലൂസും ചുരുക്കങ്ങൾ വരും. അതുകൊണ്ട് ഇങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ കൈക്കുഴി ഒന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രം പോരാ, സ്ലീവിലും നമ്മൾ ഇതുപോലെ നമ്മൾ കണ്ടോ, 2 സ്ലീവ് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ കുർത്തിക്കൊക്കെ കൈക്കുഴി കുഴിച്ച് വെട്ടുന്നത് അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ കൈക്കുഴി കുഴിച്ച ഭാഗം നമുക്ക് സ്ലീവിൻ്റെ കൈക്കുഴി കുഴിച്ച ഭാഗം ഒരുമിച്ച് വരണം. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കുറച്ച് നമ്മൾ മടക്കി അടിക്കാനായിട്ട് തുണി നമുക്ക് ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം, അതെങ്ങനെയാണ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 2 സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കൈ അടി മടക്കി അടിച്ചിട്ടുണ്ട്. 2 നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റ് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഷേപ്പില്ലാത്ത പോലെ തോന്നും. പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെത് ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരിക കേട്ടോ. കണ്ടോ, നമുക്ക് അടി മടക്കി അടിക്കാനാണ് ആ നീല വര കാണില്ലേ, നമ്മൾ അടി മടക്കി അടിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ അടി മടക്കി അടിക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ലെങ്ത്തായിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ അത് 2.5 ഇഞ്ച് വരുന്നുണ്ട്. 2.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 1.25 ഇഞ്ച് വെച്ചങ്ങോട്ട് നമുക്ക് ആദ്യം ഒരു 1.25 മടക്കുക, വീണ്ടും ഒരു 1.25 മടക്കിയിട്ട് നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊന്ന് അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് ഫ്രണ്ട് നമ്മൾ അടിച്ചു കേട്ടോ. ഫ്രണ്ട് പോർഷനിലെ 2 ലെയറും ബാക്ക് പോർഷൻ്റെ ലെയർ നമ്മൾ അടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോഡി ക്ലോസ് ചെയ്തെടുക്കുക. എളുപ്പമാണ് ബോഡി ക്ലോസ് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പാണെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ ക്ലോസ് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ക്ലോസ് ചെയ്തെടുക്കുക. അത്ര ഞാൻ ഒരു സൈഡേ വരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 2 സൈഡിൽ നമുക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് വെച്ച ശേഷം
രണ്ട് സൈഡും നമുക്ക് ബോഡി ഒരു ക്ലോസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എത്രയാണോ നിങ്ങൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് അതിൻ്റെ മേലെ കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് അറിയില്ല എന്ന് ആരും പറയരുത്. ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ സെലിബ്രിറ്റി വെഡ്ഡിങ്ങും കാര്യങ്ങൾക്കെല്ലാം തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൗസ്, അല്ലാതെ 3 ടക്ക് ബ്ലൗസ് അല്ല യൂസ് ചെയ്യുന്നത്. ഈ ബ്ലൗസാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സൈഡ് അടിക്കണ പോലെ തന്നെ ആ സൈഡും അടിച്ചെടുക്കാം. ഈ ഒരു ബ്ലൗസ് വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് തയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 350-400 രൂപയും 500 രൂപയും കൊടുത്ത് പുറത്ത് തയ്ക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് ബ്ലൗസ് തയ്ക്കാം. അപ്പോൾ ഡെയിലി നമ്മൾ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ എന്താ പറഞ്ഞാൽ വീട്ടിൽ പണിയും കാര്യങ്ങളുടെ മക്കളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. പിന്നെ വീട്ടിൽ അരി ക്ലാസ് നടത്തുന്നുണ്ട്, അരി വർക്കിൻ്റെ ക്ലാസ് ഉണ്ട്, ഓൺലൈനും ഓഫ്ലൈനൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടാൻ പറ്റാത്ത, വീഡിയോ ഇടാൻ പറ്റാത്ത, മൊത്തത്തിൽ വീഡിയോ തന്നെ എല്ലാ ദിവസവും നമുക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 സൈഡ് ഞാൻ കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണണ്ടേ? അപ്പോൾ കണ്ടോളൂ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഹുക്കും മയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ രീതിക്ക് ഉണ്ടാവും. ഇതിട്ട് കഴിയുമ്പോൾ അത് 3 ടക്ക് ബ്ലൗസ് ആണോ അല്ലെങ്കിൽ 4 ടക്ക് ബ്ലൗസ് ആണോ അതോ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണോ ഒന്നും തന്നെ അറിയില്ല. നമുക്ക് നല്ല ഷേപ്പിൽ അങ്ങ് നിന്നോളും കേട്ടല്ലോ. ഇതിപ്പോൾ ഡ്രസ്സ് നമ്മൾ എന്തായാലും ഫ്രണ്ട് വശത്ത് നമുക്ക് ഇതിൽ നമ്മുടെ സാരി എന്തെങ്കിലും വരും. അപ്പോൾ പിന്നെ അതിൽ നമുക്കതൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ സെലിബ്രിറ്റി മാരേജുകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റി ബ്രൈഡൽസ് വരെ ഇത് തന്നെ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ബ്ലൗസുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനി നിങ്ങളും അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്ക് പണ്ടത്തെ പോലത്തെ ബ്ലൗസുകൾ എൻ്റെ ക്ലാസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അടുത്ത വരും ക്ലാസ്സുകളിൽ നമുക്ക് 3 ടക്ക് ബ്ലൗസ് വരുന്നുണ്ട്, ക്രോസ് കട്ട് ബ്ലൗസ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. പക്ഷേ അത് വരുന്ന ക്ലാസ്സുകളിലാണ്. അടുത്തത് എന്ത് വേണം എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കാനാണ്. വേഗം തന്നെ അടുത്ത ടൈലറിംഗ് ക്ലാസ് എന്താണെന്ന് വേണ്ട കമൻറ്റ് ചെയ്തോളൂ. നാളെ ക്ലാസ് ഉണ്ടായാലും മറ്റന്നാൾ ഉണ്ടാവും.